ഹലോ ഗൈസ്. അപ്പോൾ ഇന്നൊരു ഒന്നാം തരം ചിക്കൻ കറി ആയാലോ? അതെ, വെറും ചിക്കൻ കറി അല്ല, ചിക്കൻ ദം മസാല. അപ്പോൾ എല്ലാവർക്കും ചിക്കൻ കറിയിൽ ഏറ്റവും ഇഷ്ടം എന്തായിരിക്കും? അതിൻ്റെ ഗ്രേവി തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേവി ബേസാണ് ഈ പ്രിപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് അസാധ്യ ടേസ്റ്റാണ്. എല്ലാതരം ബ്രെഡ്സിൻ്റെ കൂടെ നന്നായിട്ട് ചേരും. നമുക്ക് ഒട്ടും വൈകേണ്ട, നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഇടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കുങ്കുമപ്പൂവാണ്. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫ്ലേവറിങ് ആൾക്കാർ നിറയെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിർന്നൊന്ന് കുതിർന്ന് വരട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ധാരാളം. നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഇതങ്ങ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ വെച്ച് ചൂടാക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കണം. എല്ലാം നല്ല നട്ട്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാഷ്യൂ നട്ട്സ്, ബാദാം, പിസ്താഷ്യോ, ഇനി ഒരല്പം നമ്മുടെ കോക്കനട്ട് സ്ലൈസസ്. ഇനി മിതമായ ചൂട്ടിൽ ഇവരെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം? റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പം ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ധാരാളം മതിയാകും. കളറൊന്നും ചേഞ്ച് ആവേണ്ട. ബ്രൗൺ ആയി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവൻ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. നമുക്ക് ആദ്യം ഇവനെ ബ്ലെൻഡറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പ്യൂരി ചെയ്യാനായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പാലും ചേർത്ത് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചിക്കൻ. ഇതൊരു ഹോൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു 15 പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇതിലെ ബ്രസ്റ്റ് പീസ് മാത്രം മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂ നട്ട്സിൻ്റെയും കോക്കനട്ടിൻ്റെയും ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം കട്ടിയുള്ള തൈര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, അല്പം മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് ഇതൊരു കളർ കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കശ്മീരി ചില്ലി പൗഡറാണ് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല. ഇനി പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് 1 കപ്പോളം നല്ല ബ്രൗൺ ഓണിയൻ. ഇനി കൊത്തി എരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, സ്വാദിനനുസരിച്ചിട്ടുള്ള ഉപ്പ്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സാഫ്രോൺ മിൽക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിരിയാണിയുടെ കൂട്ടുപോലെ ആയല്ലേ. അപ്പം ബിരിയാണിക്ക് വരുന്ന എല്ലാ ആൾക്കാരും ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രസ്റ്റ് പീസ് മാറ്റി വയ്ക്കാൻ പറഞ്ഞില്ലേ, കാരണം ഇതൊരു സ്ലോ കുക്കിംഗ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 45-50 മിനിറ്റോളം കുക്ക് ചെയ്യണം. അപ്പോൾ ബ്രസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം ബ്രസ്റ്റ് പീസ് മാത്രം മാറ്റിയിരിക്കുന്നത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യണം. ഓവർനൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇനി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ എണ്ണ. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് പീസുകൾ ആഡ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വച്ചേക്കാം. ആ മാരിനേഷൻ്റെ ഒന്ന് കളയരുത്, എല്ലാം നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ എണ്ണയൊക്കെ എല്ലായിടത്തും പറ്റിപ്പിടിച്ച് വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ അങ്ങ് കുറയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ദം കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഏകദേശം 45 മിനിറ്റ് നമ്മളിവനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ്. ഓരോ 5 മിനിറ്റ് ഇടവേളകളിൽ ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നിറയെ നട്ട്സും കാര്യങ്ങളൊക്കെ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിന് അടുക്കി പിടിക്കാനുള്ളൊരു ടെൻഡൻസി കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കാസ്റ്റ് അയൺ. അതുകൊണ്ട് തന്നെ ഇച്ചിരി അടുക്കി പിടിക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, തുറന്നു നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അതിൽ നിന്ന് ഇങ്ങനെ മോയ്സ്ചറൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങും. നല്ല ആ ഒരു ഈർപ്പം നമുക്ക് കാണാൻ പറ്റും. അപ്പം 45 മിനിറ്റിലെ 30 മിനിറ്റും ഇതുപോലെ തന്നെ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഒരു 80% കുക്കായിട്ടുണ്ട് നമുക്ക് പറയാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഭയങ്കര കട്ടിയല്ലേ. അപ്പോൾ നമുക്കൊരല്പം ഒരു ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. കാര്യം ഇത് കാസ്റ്റർ ആയതുകൊണ്ട് ഇത് ഭയങ്കര ചൂടാണ്, നല്ല ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വറ്റും. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് ചേർത്തത്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ധാരാളം. ഇനി ഇപ്പോൾ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കളയരുത്. ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു ചട്ടുകമോ യൂസ് ചെയ്ത് സ്ക്രേപ്പ് ചെയ്ത് അതുകൂടെ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇവനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കി പ്രോസസ്സിങ് മൊത്തം തുറന്നു വെച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച രീതിയിൽ ഇതിനെ എന്ത് ചെയ്യാം, വെട്ടിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തായിട്ടുണ്ട്. നമ്മുടെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരോമ എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണിക്കൊക്കെ വളരെ എന്താ പറയുക മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ്. കാര്യം ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് ആണല്ലോ എല്ലാം. അപ്പോൾ വളരെ ഈ കറി നമ്മൾ തിളക്കി എന്തായിക്കൊണ്ടിരിക്കും, കുറുകിക്കൊണ്ടിരിക്കും. ഇതപ്പോൾ നോക്കിയേ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ അവസാനമായിട്ട് നമുക്കൊരല്പം കേവ്ര വാട്ടർ ചേർക്കണം. അതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ തരുന്ന ഒരു റോസ് വാട്ടറൊക്കെ പോലെയുള്ള ഒരാളാണ്. പിന്നെ ഒരു ഫൈനൽ ടച്ചായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ നമ്മുടെ സ്വന്തം മല്ലിയില. അപ്പോൾ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയേ ആ കറി കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ കട്ടിയായി വരുന്ന. ഓക്കെ, ഒരു ഫൈനൽ മിക്സ് കൂടെ കൊടുക്കാം. എന്നിട്ട് ഓപ്പൺ എയറിൽ തന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് സിമ്മർ ചെയ്യാണ്. എന്തിനാണ്, ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നതിനുണ്ട്. നോക്കിയേ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടോടുകൂടി തന്നെ ഇനി വിളമ്പാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ദം മസാല ഡൺ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കറി, ആ ഗ്രേവിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാ ചിക്കൻ കറി ലവേഴ്സും മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നാളെ മറ്റൊരു വിഭവമായി കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ.